ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിന് നമുക്ക് അധികം സാധനമൊന്നും വേണ്ട. അതുകൊണ്ട് ഇതുപോലൊരു ഹുക്കോ അല്ലെങ്കിൽ ആ ഒരു കമ്പി പോലത്തതോ പഴയ ബ്ലാങ്കറ്റും ഒരു സാരി ഒരു റബ്ബർ ബാറ്റും മതി. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നല്ല സന്തോഷം ഉണ്ടാകുന്ന ഒരു വീഡിയോ ചെയ്യാം. ബോൾ ഹൗസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ അത് നമ്മൾ കടയിൽ മേടിക്കാൻ ചെല്ലുമ്പോൾ നല്ല വിലയുമാണ്. മാത്രമല്ല കുട്ടികൾക്ക് നമ്മളത് എത്ര വില കൊടുത്താലും നമുക്കുള്ള കുട്ടികളുടെ സന്തോഷമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളിത് വാങ്ങിക്കൊണ്ടുവന്നാൽ ഇത് അധിക ദിവസം അവർ അതിനകത്തിരുന്ന് കളിക്കത്തില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഇത് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കിതൊരു ബാധ്യതയായിക്കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കും. അതിനൊക്കെ എല്ലാത്തിനും കൂടെ ഉള്ളൊരു പരിഹാരമായിട്ട് ആണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനൊരു ഇതുപോലെ ഒരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് പഴയ ബെഡ്ഷീറ്റ് ആയാലും മതി, അല്ലെങ്കിൽ ഒരു വലിയ കുഷ്യൻ ആയാലും മതി. ഇത് നമുക്ക് എത്ര അളവിലാണോ നമുക്ക് ബോൾ ഹൗസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് മടക്കിയിടണം. 4ആയിട്ട് മടക്കുമ്പോൾ ഇതുപോലെ നല്ല കുറച്ച് നീളം കിട്ടും. പക്ഷേ എനിക്ക് അത്രയും നീളമുള്ളതിന് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിതിനെ 6ആയിട്ട് മടക്കിയാണ് ഇടുന്നത്. അങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു സാരി, നമ്മൾ നേരത്തെ എടുത്തിരുന്ന സാരി, പുതിയ സാരി എടുത്താലും കുഴപ്പമില്ല. കാരണം നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിള്ളേർ അത് കളഞ്ഞു വെച്ച് അവരുടെ ജോലിയൊക്കെ പോകും. അപ്പോൾ നമുക്കത് കഴിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനൊരു സാരി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്ക് ഞൊറുവിട്ടെടുത്തതിന് ശേഷം ഇതുപോലെ കാണുന്ന കണക്ക് സാരി നമ്മൾ ഉടുക്കാൻ എടുക്കുന്ന കണക്കിന് ഞൊറുവിട്ടെടുക്കണം. ആ ഞൊറുവിട്ടെടുത്തതിന് ശേഷം നമ്മൾ കണ്ടോ നേരെ 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. എന്നിട്ട് അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സൂചി നൂലും വെച്ച് തച്ചു കൊടുക്കുകയോ ചെയ്യണം. ഞാനിവിടെ സൂചി നൂലും വെച്ച് തച്ചു കൊടുക്കുക. കാരണം എനിക്ക് അത് നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് സൂചി നൂലും വെച്ച് തച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടിവെക്കണം. കെട്ടിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതാത് സൈഡിൽ വേണം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരാൻ. അതായത് ഈ അപ്പുറത്തറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ ക്രോസ് ആയി പോകും. അതുകൊണ്ട് നല്ലതുപോലെ സെയിം സൈഡ് തന്നെ ഫ്രണ്ടിൽ വരാനും അതിൻ്റെ തന്നെ ബാക്ക് സൈഡിലേക്കും കറക്റ്റായിട്ട് തന്നെ പോകാത്ത കണക്ക് എടുത്ത് വെക്കണമെന്ന്. പിന്നെ വേണ്ടുന്നത് ഇതുപോലെ ഒരു ഹുക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കമ്പിയോ ആണ്. ഈ ഹുക്കിനകത്ത് ഇങ്ങനെ വെക്കാം. പക്ഷേ ഹുക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീളം കുറച്ചേ കിട്ടത്തുള്ളൂ. ചെറിയൊരു ഹട്ട ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞു കുട്ടികൾക്കുള്ളത്, ഒരു 10 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു വലുത് വേണം. അപ്പോൾ അതിന് ഇങ്ങനൊരു കമ്പിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എങ്ങനെ വേണേലും വിളയ്ക്കാൻ പറ്റുന്നത്. പക്ഷേങ്കിൽ ഈ നാട്ടിലാണെങ്കിൽ വിൻഡോയിൽ നമ്മൾ നല്ല ഒരു കമ്പ് വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ ആണി അടിച്ചിട്ടൊരു വലിയ ഒരു കമ്പി അവിടെ അകത്ത് തുളച്ച് കയറ്റുകയോ ചെയ്യുവാണെങ്കിൽ നമുക്കത് പറ്റി. ഇവിടെ അങ്ങനെ ആണി അടിച്ച് അങ്ങനെ തുളച്ച് കയറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിൻഡോയിൽ ആ കമ്പി ഘടിപ്പിച്ചേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നീട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കമ്പിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കൊളുത്താണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. കമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ താഴെ വെച്ചേക്കുന്ന ആ ബ്ലാങ്കറ്റിനകത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്ന ആ കുഷ്യൻ ഇട്ടതിന് ശേഷം ഇതിനെ നല്ലപോലെ അകത്തേക്ക് ടക്കിൻ ചെയ്ത് വെക്കണം. നന്നായിട്ട് ടക്കിൻ ചെയ്ത് വെക്കണം. അടിയിലും എല്ലാം ടക്കിൻ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. കണ്ടോ, 2 സൈഡിലും ഇതുപോലെ ഭംഗിയായിട്ടൊന്ന് ടക്കിൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോൾ ഹൗസ് റെഡിയാവും. കണ്ടോ, നമ്മുടെ ബോൾ ഹൗസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ബോൾസ് വേണം. ആദ്യമേ ഇതിനകത്ത് എത്രത്തോളം സ്ഥലം ഉണ്ടെന്ന് കാണിക്കാൻ. കണ്ടോ, ഞാൻ ഈ 2 സോഫ്റ്റ് ടോയ് ഒന്ന് വെച്ച് കാണിക്കാം. ഒരു കുഷ്യനും ഒരു സോഫ്റ്റ് ടോയ് ഉണ്ട്. ഉള്ളിലേക്കാണ് വെച്ചേക്കുന്നത്. കുറച്ച് നല്ല സ്ഥലമുണ്ട്, നല്ലപോലെ ഇരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ വേണ്ടുന്നത് ബോൾസ് ആണല്ലോ. ബോൾസിന് വലിയ വിലയൊന്നുമില്ല. മീഷോയിലൊക്കെ 200 രൂപ 150 രൂപയ്ക്കൊക്കെ നല്ല കണക്ക് ഇഷ്ടംപോലെ ബോൾസ് കിട്ടും. പിന്നെ ഇത് നൈറ്റ് വ്യൂവും കൂടെ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് സർപ്രൈസ് കൊടുക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.